നമസ്കാരം. അങ്ങനെ കറുപ്പെന്ന സിനിമ ഇന്നലെ തിയേറ്ററിൽ കാണാൻ പോയി. സത്യം പറഞ്ഞാൽ ഇന്നലെ കാണാൻ പറ്റിയില്ല, ഷോ ഇല്ലായിരുന്നു. നമ്മൾ റീഫണ്ട് പോലും വാങ്ങിക്കാതെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഇന്ന് ഞാൻ ആ സിനിമ കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു പോയി, ഇന്നലെ ആ റീഫണ്ടും മേടിച്ച് വല്ല ബിരിയാണിയും കഴിച്ച് വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു. കാട്ടപരാധം എന്ന് പറഞ്ഞാൽ പോരാ, അന്യായ ഒരു എന്ത് ഇതിനകത്ത് എടുത്തു പറയേണ്ടതേ, ഈ RJ ബാലാജി ഡയറക്ടർ ആൻഡ് ആക്ടർ, ഇവൻ്റെ ഒരു അപരാധമാണ് ഈ ഫസ്റ്റ് ഹാഫ്. അതായത് വക്കീല് ഡ്രാമ, കോർട്ട് റൂം ഡ്രാമ ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നമ്മുടെ ഇന്ദ്രൻസ് ചേട്ടൻ, അതുപോലെ നമ്മുടെ ആലപ്പുഴ ജിംഖാനയിലെ അനഘമായ, ഇവർ രണ്ടുപേരും മദ്രാസിലേക്ക് വരുന്ന അച്ഛനും മകളുമാണ്. അവിടുന്ന് ഇവരുടെ ബാഗ് റോബറി ചെയ്തുകൊണ്ട് പോകുന്നു. അത് നേരെ പോലീസ് സ്റ്റേഷനിൽ വരുന്നു. അവിടുന്ന് പിന്നെ അത് കോർട്ടിലേക്ക് വരുന്നു. അങ്ങനെ അവിടെയാണ് ഈ RJ ബാലാജി എന്ന് പറയുന്ന ഇവൻ കിടന്ന് കാണിക്കുന്ന കാട്ടായം കണ്ട സത്യം പറയാലോ. ഫസ്റ്റ് ഹാഫിൽ ഒരു 3/4 മണിക്കൂർ ഇവൻ്റെ ഒരു അപരാധം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത്. അതിനുശേഷമാണ് നമ്മുടെ സൂര്യയുടെ ഒരു എൻട്രി. സൂര്യ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഗ്രാഫിക്സ് സൂര്യ ആയിട്ടാണ് വരുന്നത്. അതായത് പുള്ളി ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ശരവണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇടക്ക് ദൈവമാവും, പിന്നെ നേരെ ശരവണൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറേക്ക് വരും. അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു കഥ പോകുന്നത്. കഥയൊന്നും പറയാനൊന്നും ഇല്ല, കാരണം ഇതൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. തൃഷ ഇതിനകത്ത് അഡ്വക്കേറ്റായിട്ട് എത്തുന്നു. അതുപോലെ നമ്മുടെ മൻസൂർ അലി ഖാൻ ഒരു വില്ലനാണ്, കോമഡി പീസാണ് എത്തുന്നത്. പിന്നെ അനശ്വര വിജയനുണ്ട്. ഇതിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് സായിയാണ്. ഇവനാണെങ്കിൽ അതിനേക്കാട്ടിലും വെറുപ്പിക്കലും. സൂര്യയുടെ ആ ഒരു എൻട്രി കാണിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം കുറച്ച് നല്ല രീതിയിലൊക്കെ BGM ചെയ്തിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇത് കൈവിട്ടു പോയെന്നുള്ളതാണ്. സത്യം പറയാം, ഇവനെ സഹിക്കാൻ ഇച്ചിരി പാടാട്ടെ ഈ RJ ബാലാജി. എനിക്കൊന്ന് ഇതിനകത്ത് സൂര്യയുടെ ആവശ്യമില്ലായിരുന്നു തോന്നുന്നു. വേറെ ആരെങ്കിലും വെച്ചിട്ട് ഈ ഒരു സിനിമ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവൻ തന്നെ ഡബിൾ റോളിൽ അഭിനയിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നന്നായെന്ന് തോന്നുന്നു. കാരണം ഇതിനകത്ത് മാസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ ഈ കറുപ്പ് എന്ന് പറയുന്ന ഒരു അമാനുഷ്യ ഒരു ദൈവശക്തി അതാണ് കാണിക്കുന്നത്. അതായത് കോർട്ടിൽ നടക്കുന്ന അനീതികൾക്കെതിരെ പോരാടാനായിട്ട് ഒരാളെത്തുന്നു. പിന്നീട് അത് ഒന്ന് ലെവൽ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ശരവണൻ എന്ന് പറയുന്നത്. എനിക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, നൈസായിട്ട് ചെയ്തു വെച്ചൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ്റെയും അതുപോലെ തന്നെ അനഘ മായയുടെയും രണ്ട് ക്യാരക്ടർ. അവർ രണ്ടുപേരും സിനിമയ്ക്കകത്ത് പൊളിച്ചടിക്കട്ടെ. പെർഫോമൻസ് ബേസ് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു വലിയൊരു സല്യൂട്ട് നമ്മുടെ ഇന്ദ്രൻ ചേട്ടന് കൊടുക്കുകയാണ്. കാരണം പറയിപ്പിച്ചില്ല എന്ന് പറയാം. പിന്നെ നമ്മുടെ ബാലു വർഗീസിനെ ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് GK വിഷ്ണുവാണ്. സിനിമോട്ടോഗ്രാഫിയൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. തൃശ്ശയ്ക്ക് വലിയ ഒരു പ്രാധാന്യമൊന്നും ഇതിനകത്ത് സിനിമയ്ക്കകത്ത് കാണുന്നില്ല. ഇനി നമ്മുടെ കറുപ്പ്, നമ്മുടെ ശരവണൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, സൂര്യ ശരവണനാകുന്ന ആ ഒരു സമയത്ത് പുള്ളിയുടെ പെർഫോമൻസ്, കിട്ടില്ല പെർഫോമൻസ്, അത്യാവശ്യം ഫൈറ്റൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഈ BGM കുത്തി കയറ്റിയിട്ട് വല്ലാത്തൊരു അരോചകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കണ്ടിരിക്കാം കേട്ടോ. സിനിമ ഇങ്ങനെ ഈ ദൈവം കഥാപാത്രങ്ങളൊക്കെ വരുന്നു പോകുന്നുണ്ടെങ്കിലും, അത് പറയുന്നുണ്ടെങ്കിലും, അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കൊണ്ടുവന്നു. സെക്കൻഡ് ഹാഫ് കാട്ടപരാധം എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തുവാണോ ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്, ഒരു പിടുത്തമില്ല. ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് നമ്മുടെ ഋഷഭ് ഷെട്ടി ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അവസാനം നമ്മുടെ ഇതിനകത്ത് വരുമല്ലോ, പിന്നെ പുള്ളിയുടെ മറ്റൊരു ദൈവം ശരീരത്തൊക്കെ കയറിയിട്ട് കാണിക്കുന്ന ഒരു പെർഫോമൻസ്, അതുപോലത്തെ ഒരു മേക്ക് ഓവർ സൂര്യ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സിംഗം തിരുമ്പി വന്നിട്ട, അങ്ങനെ കുറേ മേക്ക് ഓവറുകളിൽ നമ്മുടെ സൂര്യ വരുന്നുണ്ട്. സൂര്യ വരുന്ന ആ കഥാപാത്രങ്ങളെല്ലാം നൈസായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, RJ ബാലാജി, നീ ഇന്ത മാതിരി പണ്ണി എന്നാ മൊത്തത്തിലെ പോയിടുക. സത്യത്തിൽ ഇന്നലെ ഈ സിനിമ കാണാൻ വേണ്ടി രാവിലെ 7 മണിക്കാണ് കേട്ടോ തിയേറ്ററിൽ വന്നത്. അത് കാണാൻ പറ്റാതെ പോയെന്ന് മാത്രമല്ല, ഉച്ചക്ക് 2 മണി വരെ ഈ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്. സത്യം പറയാം, ആ 2 മണി വരെ വെയിറ്റ് ചെയ്തിരുന്ന് ഈ സിനിമ കണ്ടിരുന്നെങ്കിൽ കൊല പണിടുവാടാ RJ ബാലാജി. എന്തുവാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നും പറയാനില്ല കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഹാഫ് കൊണ്ടുവന്ന് നിർത്തിയതുപോലെ സെക്കൻഡ് ഹാഫിലേക്ക് അവർ വരും. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അപ്പ് ഡൗൺ ഇങ്ങനെയാണ് സിനിമയുടെ ആ ഒരു ഗ്രാഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സൂര്യ ഈസ് എ വെരി ഗുഡ് ആക്ടർ ആൻഡ് പുള്ളി പൊളിച്ചടിക്കിട്ടുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് പറയാതിരിക്കാൻ വയ്യ.
ഈ കഥ പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഇത് മാസാണ് എന്നൊക്കെ പറഞ്ഞ് ഈ 4 വരി കേട്ടിട്ട് സിനിമ ചെയ്യുക. കാരണം പുള്ളിയുടെ ഒരു ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് ഈ സിനിമയിലൂടെ കാണാൻ കാത്തിരുന്നവരാണ് പുള്ളിയുടെ ആരാധകർ. പിന്നെ ഇടയ്ക്ക് നമ്മുടെ വിജയ് അണ്ണൻ്റെ ആരാധകരൊക്കെ സൂചിപ്പിക്കുന്ന 2-3 ഡയലോഗൊക്കെ ഉണ്ട്. നമ്മുടെ ലിയോ സംഭവമൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഈ സിനിമ പെർഫോമൻസ് ബേസ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവന്റെ പെർഫോമൻസ് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, അൺസൈക്കബിൾ. ഏതാ ഈ ഡയറക്ടർ ആർ ജെ ബാല, എനിക്കൊന്ന് അവന് ഫേം ആവാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത് തോന്നുന്നു. സത്യം പറയാമല്ലോ, സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത് പിന്നെ ക്ലൈമാക്സ് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു സീനിലേക്ക് വരുന്നു, അതും വെറുപ്പിക്കൽ, അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംഭവം കാണിക്കുന്നത്. സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എൻ്റെ റിവ്യൂ ഇതാണ്. കാരണം എനിക്ക് സിനിമ കണ്ടിട്ട് ഫീൽ ചെയ്ത ഈ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു സിനിമ വിശേഷമായിട്ട്.